എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു അവസരം തന്ന എസൻസ് ഗ്ലോബൽ എറണാകുളത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ സന്തോഷത്തിൻ്റെ രഹസ്യം. സമയം വളരെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. ആവേശം സിനിമ എല്ലാവരും കണ്ടതായിരിക്കും, ഒന്നിൽ കൂടുതൽ തവണ കണ്ടായിരിക്കും. ആവേശ സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ ചെയ്ത ക്യാരക്ടർ രംഗണ്ണനെ ഇടയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അതിൽ വേറൊരു ക്യാരക്ടറിൻ്റെ അമ്മ രംഗമോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന സിനിമയ്ക്കകത്തെ വളരെ നൈർമല്യമുള്ള, വളരെ സിനിമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. രംഗമോൻ ഹാപ്പി അല്ലേ? നമ്മളോട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും, കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിക്കവാറും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മളത് എപ്പോഴും ഒരു സ്റ്റാർട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഫില്ലറായി മാറിക്കഴിഞ്ഞൊരു വാക്കാണ് ഹൗ ആർ യു. ഐ ആം ഫൈൻ. നമ്മൾ പറയണം ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നു. നമ്മളോട് എപ്പോഴും ആൾക്കാർ ചോദിക്കാനുണ്ട് ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹാപ്പി ഓണം പറയാറുണ്ട്, ഹാപ്പി ബർത്ത്ഡേ പറയാറുണ്ട്, ഹാപ്പി മാരീഡ് ലൈഫ് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കുന്നത് അത് ആ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോലെ. ചിലപ്പോൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന രണ്ടുപേര് വീണ്ടും ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പക്ഷേ നമ്മൾ ഹാപ്പിയാണോ, ഹാപ്പിനെസ് തേടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ രംഗമോൻ ഹാപ്പിയാണോ അല്ലെങ്കിൽ ബിബി ഹാപ്പിയാണോ എന്ന് ആ അമ്മ ചോദിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആർ യു റിയലി ഹാപ്പി? നിങ്ങൾ ശരിക്കും സന്തോഷവാനാണോ? എന്താണ് സന്തോഷം? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ രംഗണ്ണനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഹാപ്പിയാണോ എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ മതത്തെ പല കാരണങ്ങൾ കൊണ്ട് എതിർക്കാറുണ്ട്. മതത്തെ എന്തെങ്കിലുമൊക്കെ കാരണത്തിൻ്റെ പേരിൽ എതിർത്തത് കൊണ്ടും അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നവരും ഒക്കെയുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ മതം എന്താണ് സന്തോഷത്തിനെ പറ്റി പറയുന്നത്? അത് ഇന്ന മതമൊന്നുമല്ല, എല്ലാ മതങ്ങളും സന്തോഷത്തെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് ഈ പരമാനന്ദം, ആനന്ദം. പ്രത്യേകിച്ച് ഹിന്ദു ഫിലോസഫിയിലൊക്കെ ആനന്ദം എന്ന് പറയുന്നത് ആനന്ദം കണ്ടെത്തുക, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകത്തിലല്ല, അതിന് പകരം ആത്മാവിൻ്റെ ആനന്ദം, അതാണ് യഥാർത്ഥത്തിൽ അത് മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പ്രചരിപ്പിക്കുന്ന മതങ്ങളാണോ അല്ലെങ്കിൽ ഈ ഈസ്റ്റേൺ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ്, അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കൂ, ആഗ്രഹങ്ങളില്ലാതായി കഴിഞ്ഞാൽ സന്തോഷവാനാകാം. ദുഃഖമുണ്ടാകുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഉള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ആഗ്രഹം വരുന്നു, നമ്മൾ ആ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. ആ പുറകെ പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖം വരുന്നത്. അപ്പോൾ ഒന്നിനും ആഗ്രഹമില്ലാതെ സന്തോഷത്തിനെയും ദുഃഖത്തിനെയൊക്കെ ഒരേപോലെ കണ്ട്, എല്ലാത്തിനെയും ഒരേപോലെ കണ്ടിട്ട് ശാന്തമായ ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഡോണ്ട് വാല്യൂ, ഒന്നിനെയും വാല്യൂ ചെയ്യാതിരിക്കുക, ഒന്നിനെയും മൂല്യം കൽപ്പിക്കാതിരിക്കുക, എല്ലാത്തിനെയും ഒരേപോലെ കാണുക, സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിസം ഫിലോസഫി അനുസരിച്ച് സന്തോഷം തേടുക എന്നുള്ളത് ഒരു നല്ല പരിപാടിയല്ല. ബുദ്ധൻ്റെ ഇതേ ഫിലോസഫി തന്നെ ജർമ്മനിയിലെ മറ്റ് ഫിലോസഫേഴ്സിലൂടെ അത് വെസ്റ്റേൺ വേൾഡിലേക്ക് എത്തുന്നു. ഷോപ്പൻഹർ എന്ന് പറഞ്ഞ ഫിലോസഫർ ബുദ്ധനിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫറായിരുന്നു. ബുദ്ധൻ്റെ പല കാര്യങ്ങളും അദ്ദേഹം എടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ലോകം സഫറിങ്ങിൻ്റെയാണ്, ദുഃഖത്തിൻ്റെയാണ്, സന്തോഷം തേടേണ്ടതില്ല എന്നുള്ള ഒരു ഫിലോസഫി മുന്നോട്ട് വെച്ച ആൾ തന്നെയാണ് ഷോപ്പൻഹർ. ഷോപ്പൻഹർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വാട്ട് എവർ വൺ മേ സേ, the happiest moment of the happy man is the moment of his falling asleep. ഒരു സന്തോഷമുള്ള മനുഷ്യൻ്റെ ഏറ്റവും സന്തോഷമുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിക്കിടക്കുന്ന നിമിഷമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉണർന്നിരിക്കുന്ന നിമിഷങ്ങളിലൊന്നും അവന് സന്തോഷമില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോഴാണല്ലോ അവൻ ജീവിക്കുന്നത്, ഉറങ്ങുമ്പോഴല്ലല്ലോ. ഉണർന്നിരിക്കുന്ന മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അവൻ ഉറങ്ങുമ്പോഴാണ്. അതുപോലെ തന്നെ ദ അൺഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഓഫ് ദ അൺഹാപ്പി ദാറ്റ് ഓഫ് ഹിസ് വേക്കിംഗ്. അൺഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് അവൻ ഉണർന്നിരിക്കുമ്പോഴാണ്.
അതായത് ഉണർന്നിരിക്കുന്നത് ദുഃഖമാണ്, ഉണർന്നിരിക്കുന്നത് ആലോചിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു സഫറിങ് ആണ്, ദുഃഖമാണ് എന്നുള്ള കാര്യമാണ് ഷോപ്പൻഹെയർ പറഞ്ഞത്. ബുദ്ധൻ്റെ അതേ ഫിലോസഫി അങ്ങനെ വെസ്റ്റേൺ വേൾഡിലേക്കും അവിടെ എത്തുകയാണ്. ഹ്യൂമൻ ലൈഫ് മസ്റ്റ് ബി സം കൈൻഡ് ഓഫ് മിസ്റ്റേക്ക്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തോ ഒരു മിസ്റ്റേക്കാണ്. അതായത് ഈ ഭൂമിയിലെ ജീവിതം ഒരു നരകമാണ്, ദുരിതമാണ് എന്നുള്ള ഒരു ഫിലോസഫി ബുദ്ധനിലൂടെ അങ്ങനെ വെസ്റ്റേൺ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ അതിനുശേഷം അവർക്ക് ശേഷമുള്ള ഫിലോസഫറിലേക്ക് എത്തുന്നു. കണ്ടംപററി ആയിട്ട് നമ്മുടെ നാട്ടിലും ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരാൾ എഴുതിയൊരു പോസ്റ്റാണ്. ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ്, ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഗീവ് ഇറ്റ് എവേ. ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗിഫ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാകും? നിങ്ങൾ വാല്യൂ കൽപ്പിക്കുന്ന, നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്ന എന്തുവാകാം, അതിനെ കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം. പക്ഷെ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗീവ് ഇറ്റ് എവേ, കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫിലോസഫി ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പാബ്ലോ പിക്കാസോ പറഞ്ഞൊരു കമൻ്റാണത്. ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ്, ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഗീവ് ഇറ്റ് എവേ. അപ്പം ഞാൻ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ പ്രസൻറ്റേഷനൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ അഹമ്മദാബാദിലെ ട്രാജഡി ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ, ഒരുപാട് ആളുകളുടെ ജീവിതം വളരെ വലിയ തരത്തിലുള്ളൊരു ട്രാജഡി, ഒരുപാട് ആളുകൾ മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ 2 രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറാനും ഇസ്രയേലും പുതിയൊരു യുദ്ധത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ലോകത്ത് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് ട്രാജഡികൾ, നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, സ്നാപ്പ് ഓഫ് എ ഫിംഗർ ജീവിതം ഇല്ലാതാകുന്നു. പിന്നെ എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? എന്തിനാണ് സന്തോഷം? ഇത്ര ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഇയാൾ എന്തിനാണ് സന്തോഷത്തെപ്പറ്റി സംസാരിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇപ്പോൾ ഫേസ്ബുക്കിൽ ആ ട്രാജഡി വെച്ചിട്ട് ഒരു ഡോക്ടർ എഴുതിയ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അറിയില്ല. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഇത്രയുള്ളൂ മനുഷ്യൻ്റെ ജീവിതം. വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയല്ലേ ഇത്രയും വലിയൊരു ട്രാജഡി നടന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ മെറ്റീരിയൽ ഇതും നഷ്ടപ്പെടുത്തിയിട്ട്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട്, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്, ഇതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതിലൂടെ മീനിങ് കണ്ടെത്തുക, ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വേദനയിൽ അങ്ങോട്ട് ഇൻഡൽജ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാജഡിയിൽ ഇൻഡൽജ് ചെയ്യുക. ഈ ലോകത്ത് ദുരിതങ്ങളുണ്ട്, മനുഷ്യജീവിതം ഒരു മിസ്റ്റേക്കാണ്, മനുഷ്യജീവിതം പ്രശ്നമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, സ്വയം ജീവിക്കാതെ, സ്വയം ആഗ്രഹങ്ങൾ തേടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതിലൂടെ മീനിങ് കണ്ടെത്തുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫിലോസഫിയാണ്. പെട്ടെന്ന് നമുക്ക് വീണു പോകും. കാരണം നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ശരിയാണ്, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ഇത്രയും ദുരിതമാണല്ലോ എന്ന് നമുക്ക് ഒരു നിമിഷം തോന്നിപ്പോവാം. വളരെ വലിയ എഫർട്ട് ഇട്ടിട്ട് മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. ജീവിതം ശരിയാണ്, ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, വലിയ വലിയ അസുഖങ്ങളുണ്ടാവും, ക്രിട്ടിക്കലായിട്ടുള്ള ഇൽനെസ്സുകൾ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളെ നഷ്ടപ്പെട്ടു പോകും. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ അഹമ്മദാബാദിൽ നടന്ന ദുരന്തത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരാരും മരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വലിയ ട്രാജഡിയിൽ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്കോ പ്രശ്നങ്ങളുണ്ടാവാം. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കാം. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള ജീവിതം, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കൂ എന്നെന്താണ് ഇവർക്ക് പറയാൻ തോന്നാത്തത്? പകരം അവർ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധനും ഷോപ്പൻഹെയറും അതിനുശേഷം വന്ന മറ്റെല്ലാ ഫിലോസഫേഴ്സും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഗ്യാപ്പിലൂടെ, ഈ ഒരു ട്രാജഡിയുടെ പേരിലും വീണ്ടും മുന്നോട്ട് വെക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ തെറ്റല്ല, നമ്മുടെ ഉള്ളിൽ അറിയാതെ ആ ഒരു ജീവിതം സഫറിങ് ആണ്, ജീവിതം മധുരമുള്ളതല്ല എന്നൊരു തോന്നൽ അറിയാതെ കയറിപ്പോയി. ഗീത പല ആൾക്കാരും ലൈഫ് മോട്ടിവേറ്റ് ചെയ്യാൻ, അത് കോർപ്പറേറ്റ് ഓഫീസുകളിലാകാം, MBA പഠിപ്പിക്കുന്നിടത്താകാം, സ്കൂളുകളിലാകാം, അല്ലെങ്കിൽ വലിയ ബിസിനസ് മീറ്റിങ്ങുകളിലാകാം, എല്ലാം ഗീത ഉപയോഗിക്കാറുണ്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ. എന്താണ് ഗീതയിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഗീത ഞാൻ പലതവണ വായിച്ചിട്ടു. കാരണം ഗീതയിൽ പറയുന്നത് നിങ്ങൾ മോട്ടിവേറ്റ് ആകരുത് എന്നാണ്. അത് 1 തവണയോ 2 തവണയല്ല, അതിൻ്റെ 2 or 3 അധ്യായങ്ങൾ മുഴുവൻ അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ ലൈഫിൽ മോട്ടിവേറ്റ് ആകരുത്, ഈ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ ഒന്നുമില്ല എന്ന് പറയുന്ന പുസ്തകമാണ് ഗീത. ജീവിതത്തിലെ സന്തോഷത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണുക, അതിനുശേഷം കർമ്മം ചെയ്യുക. കാരണം ആ കർമ്മം ചെയ്യുക എന്ന് പറയാനൊരു കാരണമുണ്ട്. അർജുനൻ അറിയാം, യുദ്ധത്തിൽ അവിടെ പോയി അർജുനൻ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അർജുനൻ്റെ പ്രശ്നം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് വാല്യൂ ചെയ്യുന്ന ആളുകളാണ് നമ്മളോട് എതിരിട്ട് നിൽക്കുന്നത്. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണൻ്റെ അടുത്ത്, ഞാൻ ഇവരെയൊക്കെ കൊന്നിട്ട് എന്താണ് എനിക്ക് നേടുന്നത്? ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും, കാരണം നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരു സാധനം
ആ സാധനത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്ത് നേടേണ്ടത്? അവരെ കൊന്നിട്ട് ഞാൻ എന്ത് സുഖമാണ് ഇവിടെ നേടേണ്ടത്? ഈ ഭൂമിയിൽ എനിക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഞാൻ പാപിയാകാൻ പോകില്ലേ? അത് അർജുനൻ്റെ വളരെ ജെന്യുവിനായിട്ടുള്ളൊരു ചോദ്യമാണ് അർജുനൻ്റെ. അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരം, ഈ ഭൂമിയിൽ നിനക്ക് ഒന്നും നേടാനില്ല. ഇവരുള്ള ഇപ്പം നിന്റെ മുന്നിൽ കാണുന്നവരും നീയുമൊക്കെ എന്നോ ജനിച്ച് മരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. നിന്റെ ആഗ്രഹങ്ങൾക്ക് അവിടെ ഒരു വിലയില്ല. നീ എന്തിനാണോ ഏറ്റവും മൂല്യം, നിന്റെ സഹോദരങ്ങളും നിന്റെ ഗുരുക്കന്മാരും നിന്റെ റിലേറ്റീവ്സും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിനെയൊന്നും നീ കാര്യമാക്കണ്ട എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്, ഈ ഭൂമിയിലുള്ള ഒന്നിനെയും നീ വാല്യൂ ചെയ്യരുത്, പക്ഷേ നീ യുദ്ധം ചെയ്യുകയും വേണം. അതെന്തിനാണ്? കർമ്മം ചെയ്യുക, ഡ്യൂട്ടി ചെയ്യുക. നിന്റെ ഡ്യൂട്ടി ഇതാണ്. നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് നീ ചെയ്യുക. സോ ഗീത പറഞ്ഞു വെക്കുന്നത് ഡ്യൂട്ടി ചെയ്യാനാണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ആൻറ്റി കൺസെപ്റ്റാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ചാലും എന്തിനാണ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതേപോലെ ഒരു റെവല്യൂഷനിലൂടെ ഒരു ദൈവം പറയുന്നു എന്ന് പറഞ്ഞതുപോലെ, അതാണ് ഈ ധർമ്മം സ്ഥാപിക്കാൻ വന്ന ആൾ എന്ന് കൃഷ്ണനെ പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. അർജുന, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നീ പ്രവർത്തിക്കേണ്ടത്. നിനക്ക് ദുഃഖമുണ്ടാകും, ചിലപ്പോൾ അവരെ കൊന്നു നീ കരുതുന്നു. നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, കാരണം നിന്റെ ഡ്യൂട്ടിയാണ് അവരെ കൊല്ലുക എന്നുള്ളത്. നീ എല്ലാ വിചാരങ്ങളും, നിന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം അടയ്ക്കുക. ഞാൻ പറയുന്നത് കേൾക്കുക. നീ ഈ ലോകത്തെ വിഷയങ്ങളെല്ലാം മറന്നേക്കുക. പകരം എന്ത് ചെയ്യുക? നീ എല്ലാം മറന്നതിന് ശേഷം യുദ്ധം ചെയ്യുക. നിനക്കുള്ള ഗുണം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർമ്മം ചെയ്യുക, കർമ്മത്തിൻ്റെ ബലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഒരു മനുഷ്യന് പോലും കഴിയില്ല. നമ്മളിപ്പോൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളൊരു കർമ്മത്തിൻ്റെ ബലം, ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്നൊരു സാധനം പ്രതീക്ഷിക്കുന്നു, അത് പ്രതീക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതിന് പകരം നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നതും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലും അതിൻ്റെ ബലം ഇച്ഛിച്ചിട്ട് തന്നെയാണ്. കൃഷ്ണൻ പറയുന്നത്, ബലത്തെ നിങ്ങൾ ഇച്ഛിക്കരുത്. ബലത്തിൽ ഇച്ഛിക്കുന്നവർ ദീനുക്കളാണെന്നാണ് പറയുന്നത്, മണ്ടന്മാരാണെന്ന് പറയുന്നത്, പാപികളാണെന്നാണ് പറയുന്നത്. പകരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കൃഷ്ണൻ ആ കോൺട്രഡിക്ഷൻ അവിടെ ഈ അർജുനനെ പറഞ്ഞ് അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ട്, താൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നുള്ള രീതിയിൽ അർജുനൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു എന്താ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ശരിയാണ്, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ, മനുഷ്യൻ സൃഷ്ടിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് ചെയ്യുക? നമ്മൾ പറയുന്ന പണിയെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പർപ്പസ് ഇല്ല, അതിന് ലക്ഷ്യമില്ല, സന്തോഷമില്ല. അതേപോലെ, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ പോലെ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നീ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് വായിച്ചു പോകാൻ, ഞാൻ ഈ പറഞ്ഞുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും തുല്യമായി കരുതി യുദ്ധത്തിന് നീ ഒരുങ്ങുക. ഇങ്ങനെയെന്നാൽ പാപം നിന്നെ ബാധിക്കുകയില്ല. പ്രവൃത്തിയിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, ഒരിക്കലും ബലങ്ങളിൽ, അത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഇല്ല. അതായത് ബലം നിന്റെ സ്വാതന്ത്ര്യത്തിലുള്ളതല്ല. നീ ബലം ഉദ്ദേശിച്ച പ്രവർത്തിക്കുന്നവനാകരുത്. അകർമ്മത്തിൽ നിനക്ക് ആസക്തിയും വരുതരുത്. അതായത് കർമ്മം ചെയ്യാതെ ഇരിക്കരുത്, കർമ്മം ചെയ്യുകയും ചെയ്യരുത്. കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, പക്ഷെ ഒരിക്കലും നീ ബലം ഇച്ഛിക്കരുത്. യോഗാനിഷ്ഠനായി ആസക്തി വെടിഞ്ഞ് ബലം ലഭിക്കുന്നതിലും ലഭിക്കാതിരിക്കുന്നതിലും സമചിത്തത പാലിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സമചിത്തതയാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. കർമ്മയോഗത്തെക്കാൾ വളരെ നികൃഷ്ടമാണ് ബലോപേക്ഷയുടെ കൂടി ചെയ്യുന്ന കർമ്മം. ബുദ്ധിയോഗത്തിൽ, അതായത് സമചിത്തതയോട് കൂടിയ കർമ്മത്തിൽ ശരണം തേടുക. ബലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ ദീനന്മാരാണ്. ഹേ പാർത്ഥ, മനുഷ്യൻ എപ്പോൾ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായി മനസ്സിനുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ദുഃഖങ്ങളിൽ കുലുങ്ങാത്തവനും സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവനും രാഗം, ഭയം, കോപം ഇവയില്ലാത്തവനുമായ പുരുഷൻ സ്ഥിതപ്രജ്ഞനായ മുനി എന്നറിയപ്പെടുന്നു. ഏതൊരാൾ എല്ലാത്തിലും ആസക്തി വിട്ടവനായി അതാത് അശുഭങ്ങൾ ലഭിച്ച സന്തോഷിക്കുകയും ദേഷിക്കുകയും ചെയ്യുന്നില്ലയോ അവൻ്റെ പ്രജ്ഞ പ്രതിഷ്ഠമാണ്. സദാ നിറഞ്ഞുകൊണ്ടിരുന്നാലും സമുദ്രം അക്ഷോഭ്യമായി കാണുന്നുവോ അതുപോലെ കാമങ്ങൾ കടന്നുകൂടുമ്പോൾ യാതൊരുവൻ അക്ഷോഭ്യനായിരിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കും. വിഷാഭിനിവേശം വിടാത്തവർ ശാന്തി തേടുന്നില്ല. എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പാപിയായി കഴിഞ്ഞു, മണ്ടനായി കഴിഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായി കഴിഞ്ഞു എന്നാണ് ഗീത പറഞ്ഞു വെക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ആളുകളെ ബിസിനസ് മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നു പറയുന്നത് എനിക്ക് എങ്ങനെയാണതെന്ന് മനസ്സിലാവുന്നില്ല. ഗീതയിൽ മാത്രമല്ല, എന്താണ് ബൈബിളിൽ പറയുന്നത്? ബൈബിളിൽ സഫറിങ് ആണ് മുന്നോട്ട് വെക്കുന്ന ആശയം. ലോകത്ത് ഇതുവരെ ചെയ്ത എല്ലാ ആളുകളുടെയും പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവപുത്രൻ വന്ന് സഫർ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെയും സന്തോഷിക്കാനല്ല, ആഗ്രഹങ്ങൾ തേടാനല്ല ആ മതവും നമ്മളെടുത്ത് പറയുന്നത്. ഖുറാനിൽ സബ്മിഷനാണ് പറയുന്നത്. എല്ലാം സബ്മിറ്റ് ചെയ്യുക, ദൈവത്തിൽ സബ്മിറ്റ് ചെയ്യുക. ഈ ലോകം നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാണ്. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. ഈ ലോകം എന്ന് പറയുന്നത്
അടുത്ത ലോകത്തിലേക്കുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴുള്ള ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണിത്. അതിനുശേഷമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും നേടാനില്ല എന്നാണ് അത് ആ മതവും പറയുന്നത്. അതിനുശേഷം ഈ ഗീതയിലൂടെ അതിനുശേഷം കണ്ടംപററി ആയിട്ടുള്ള ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകളെ നോക്കുകയാണെങ്കിൽ, ഫിലോസഫേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം സ്വാമി വിവേകാനന്ദ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പാത്ത് വേസ് ടു ജോയ്. പാത്ത് വേസ് ടു ജോയ് എന്ന് പറയുമ്പോൾ സന്തോഷം തേടാനുള്ള വഴികൾ എന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. കാരണം ഭഗവത്ഗീതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, സന്തോഷം നിങ്ങൾ ഉപേക്ഷിക്കൂ, ആഗ്രഹങ്ങളെ നിങ്ങൾ വെടിയൂ, പകരം നിങ്ങൾ ഇങ്ങനെ ഒരു റോബോട്ടിനെ പോലെ പണിയെടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനെ ഒരു യോഗയിലേക്കൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, കുറേ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പാത്ത് വേസ് ടു യോഗയിലുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ബുദ്ധൻ്റെ ശിഷ്യന്മാരാണെങ്കിലും പറയുന്നത്. ഇത് ഭഗവത്ഗീതയിൽ നിന്ന് എന്താണോ വിവേകാനന്ദനും അതുതന്നെയാണ് പറയുന്നത്. ഇനി ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന എൻലൈൻമെൻറ്റ് കാലത്ത് ജീവിച്ചിരുന്ന ഫിലോസഫറാണെങ്കിലും അദ്ദേഹം ഈ ഡ്യൂട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഡ്യൂട്ടിയെ, ഈ ധർമ്മം ചെയ്യുക എന്നുള്ളതിനെ, അത് ദൈവം പറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ മനുഷ്യർ ധർമ്മം ചെയ്യുക എന്നത് മാത്രം പറഞ്ഞു വെച്ച ഒരാളാണ് ഇമ്മാനുവൽ കാന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെയും ഡ്യൂട്ടി എന്നുള്ളത്, മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിന് പകരം ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു ആശയം തന്നെയാണ് ഇമ്മാനുവൽ കാന്റും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫിലോസഫിയുണ്ട്. സന്തോഷം തേടിക്കൊണ്ടേയിരിക്കുക, പ്ലഷർ തേടിക്കൊണ്ടേയിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പ്ലഷറിനാണ് അവിടെ പ്രാധാന്യം, വേറെ ഒന്നിനും പ്രാധാന്യമില്ല. അതിനെ പറ്റിയിട്ടല്ല ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ലൈഡ്. ഹീഡണിസം എന്ന് പറഞ്ഞ ഫിലോസഫി, അത് ഇപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം പാടില്ല, മനുഷ്യൻ സന്തോഷത്തിനായി ശ്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാം മറന്ന് സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളുടെ ഡിസയറാകും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, ചെയ്യാൻ തോന്നുന്നോ അത് ചെയ്യുക. അങ്ങനെ ഒന്നാണ് ഇനി പറയാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. ഹീഡണിസത്തെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഹീഡണിസം ഈസ് എ ഫാമിലി ഓഫ് ഫിലോസഫിക്കൽ വ്യൂസ് ദാറ്റ് പ്രയോറിറ്റൈസ് പ്ലഷർ. Psychological hedonism is the theory that the underlying motivation of all human behavior is to maximize pleasure and avoid pain. വേദന ഇല്ലാതായിരിക്കുക, സന്തോഷത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അതല്ല ഹാപ്പിനെസ്. അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും മഹത്തായ, ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായ ഡോക്യുമെൻറ്റുകളിൽ ഒന്നാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ ലൈഫ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിന് നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം പിന്തുടരാൻ, സന്തോഷം തേടിപ്പോകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവകാശമുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷം തേടി പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു അവകാശമുണ്ട് എന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ, രാജ്യത്തിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻറ്റിലുണ്ട് എന്ന് പറയുന്നത്. അതാണ് ആധുനികത എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ മതത്തിൽ പറഞ്ഞതും അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഫിലോസഫേഴ്സും പറഞ്ഞ പോലെ അല്ല ഈ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സന്തോഷം അത് ഏതായാലും തേടിപ്പോകാമെന്നാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിൽ പറഞ്ഞിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇന്ത്യ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പുറകിൽ പോയി. നമുക്കറിയാം, അത് ഇന്നത്തെ കാലത്ത് അവരുപയോഗിക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ എത്രത്തോളം വെൽബീയിങ് ഉണ്ടെന്നോ, എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്നോ, പിന്നെ ആളുകളുടെ അഭിപ്രായം ഇതൊക്കെയാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ആളുകൾ ഹാപ്പിയാണോ, അല്ലെ രംഗമോഹൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ച പോലെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഹാപ്പിയാണെന്നുള്ളൊരു ചോദ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം പല രാജ്യങ്ങളും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ വരാനും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പുറകിലാണെന്നുള്ളതിൻ്റെ പേരിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷം? എന്താണോ നേരത്തെ മതങ്ങളിൽ പറഞ്ഞത് അത് തേടിപ്പോവുക എന്നുള്ളതാണ് സന്തോഷം. ഹാപ്പിനെസ് ഈസ് ദ സക്സസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ വിജയിച്ച അവസ്ഥയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ വിജയിക്കുക? നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളിലൂടെ നമ്മൾ പലതിനെയും പലതരത്തിൽ മൂല്യം വഹിക്കും. നിങ്ങളുടെ ഒരു വീക്കെൻഡിലെ ഈ സമയം ഇവിടെ വന്നിരിക്കുന്നു എന്നതിനർത്ഥം നിങ്ങളതൊരു ഡ്യൂട്ടിയായിട്ട് കാണുന്നത് കൊണ്ടല്ല, നിങ്ങളെ ആരും നിർബന്ധിച്ചിട്ടല്ല. പകരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ മൂല്യം വഹിക്കുന്ന എന്തോ ഒന്ന് കിട്ടുന്നു എന്നറിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. അതുപോലെ ഞാൻ എൻ്റെ വീക്കെൻഡിൽ ഇവിടെ വന്ന് ഈ പ്രസൻറ്റേഷൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ഇതിനു വേണ്ടിയിട്ട് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കി ഇതിനു വേണ്ടിയിട്ട് ഞാൻ വായിക്കുകയും ഇതിവിടെ വന്ന് ചെയ്യുന്നതും ഞാൻ ഇതിനെ മൂല്യം കൽപ്പിക്കുന്നുകൊണ്ടാണ്, വാല്യൂ ചെയ്യുന്നുകൊണ്ടാണ്. ഇതെൻ്റെ ഒരു വാല്യൂ ആണ്. ഞാൻ ഈ വാല്യൂ നേടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു എന്നുള്ളതല്ല, ഞാനിത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് അതെ, ഞാൻ ഒരു ശാസ്ത്ര സ്വാതന്ത്ര്യ ചിന്താ സെമിനാറിൽ പങ്കെടുത്തു, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു, ഞാൻ അവിടെ നിന്ന് പുതിയ അറിവുകൾ നേടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. എല്ലാ
വീക്കെൻഡുകളിലും പള്ളിയിൽ പോയേ പറ്റൂ എന്ന് നിർബന്ധം, അത് നിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് വിടുന്ന ആളുകൾ പലരും ഇങ്ങനെ ഉന്തിത്തള്ളി വിടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സോ ഹാപ്പിനെസ് ഈസ് ദ സക്സസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് ലൈഫ്, ദ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വിച്ച് പ്രൊസീഡ്സ് ഫ്രം ദ അച്ചീവ്മെൻറ്റ് ഓഫ് വൺസ് വാല്യൂസ്. എന്താണോ കൃഷ്ണൻ പറഞ്ഞത് അതിന് ഓപ്പോസിറ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്തുവാകാം, അത് ഐസ്ക്രീം ആകാം, ചിലപ്പോൾ എവറസ്റ്റ് കീഴടക്കലാകാം, ഇതേപോലെ ഇവിടെ വന്നിരിക്കലാകാം, പ്രസൻറ്റേഷൻ നടത്തലാകാം, ഫിലോസഫർ ആകുന്നതാകാം, എൻജിനീയർ ആകുന്നതാകാം. ഈ ലോകത്ത് പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് ഓഫ് ഹാപ്പിനെസ്സസ് ഉണ്ട്. ആദ്യം നിങ്ങൾ ഹാപ്പി ആകണമെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആ വാല്യൂസിലേക്ക് നിങ്ങൾ അത് നേടാൻ ശ്രമിക്കുക. ആ നേടിക്കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്ങിനാണ്, ആ ഒരു കണ്ടീഷൻ ഓഫ് കോൺഷ്യസ്നെസ്സിനാണ് നിങ്ങൾ പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എവറി മാൻ ഈസ് ആൻ എൻഡ് ഇൻ ഹിംസെൽഫ്, ഹി എക്സിസ്റ്റ് ഫോർ ഹിസ് ഓൺ സേക്ക് ആൻഡ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഹിസ് ഓൺ ഹാപ്പിനെസ് ഈസ് ഹിസ് ഹയസ്റ്റ് മോറൽ പർപ്പസ്. ഓരോ മനുഷ്യനും എൻഡ് ഇൻ ഹിംസെൽഫാണ്. അവൻ മറ്റുള്ളവർക്ക് അവൻ്റെ സന്തോഷത്തിലെത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനോ ഉള്ള ഒരു മാർഗ്ഗമല്ല. എല്ലാ മനുഷ്യനും അവനാണ് അവൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ അവന് ജീവിക്കാനുള്ള ഫിലോസഫി പറഞ്ഞു കൊടുക്കലാണ് മൊറാലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഭഗവത്ഗീതയിലെയും ബൈബിളിലെയും ഖുറാനിലെയും സഫറിങ്ങും സബ്മിഷനും ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലരും ഈ ടീനേജ് ആൻസൈറ്റി മുതൽ മിഡ് ലൈഫ് ക്രൈസിസിലേക്കൊക്കെ പോയി വീഴുന്നത്. സന്തോഷം എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ വാല്യൂ ചെയ്യണമെന്നോ ആ വാല്യൂ നിങ്ങൾ റാഷണലായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ തേടി പോകണമെന്നോ എന്ന് പറയുന്ന ഫിലോസഫി അല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്. ദ പർപ്പസ് ഓഫ് മൊറാലിറ്റി ഈസ് ടു ടീച്ച് യു നോട്ട് ടു സഫർ ആൻഡ് ഡൈ ബട്ട് ടു എൻജോയ് യുവർ സെൽഫ് ആൻഡ് ലീവ്. ഇനി ഹാപ്പിനെസ്സിൻ്റെ മറ്റൊരു ഡെഫിനിഷൻ, ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് നോൺ കോൺട്രഡിക്ടറി ജോയ്. ഇപ്പം മലയാളത്തിൽ തന്നെ സന്തോഷത്തിന് ആഹ്ലാദം, വേറെ പല വാക്കുകളുണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ആഹ്ലാദം എന്നാണ്. അപ്പം എനിക്കൊന്ന് ജോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആഹ്ലാദം എന്ന് പറയാം. നമുക്ക് പലപ്പോഴും ജോയ് അനുഭവിക്കാറുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചോട്ടാ മുമ്പേ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ജോയ് അനുഭവിക്കാറുണ്ട്. അതല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ജോയികളുടെ ഒരു കൂട്ടത്തിനെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ജോയ് നമുക്ക് അനുഭവിക്കാം. ചിലപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും മയക്കുമരുന്ന് എത്തുന്നത്. നമുക്ക് പക്ഷേ അതിനെ ഹാപ്പിനെസ് എന്ന് വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് കോൺട്രഡിക്ടറി. എന്താണ് അവിടുത്തെ കോൺട്രഡിക്ഷൻ, എന്താണ് അവിടുത്തെ വൈരുദ്ധ്യം? അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ, നിങ്ങളുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കുന്ന ഒന്ന് ചെയ്യുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ അത് കിടക്കുന്നുണ്ട്. മദ്യപിക്കുമ്പോൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ, മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന സന്തോഷം, ഇതൊന്നും സന്തോഷമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇതൊക്കെ പ്ലഷർ എന്ന് പറഞ്ഞ ഗണത്തിൽ വിടാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹീഡനിസം എന്ന് പറഞ്ഞ ഫിലോസഫിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, ബിക്കോസ് ഇറ്റ്സ് മാക്സിമൈസ് പ്ലഷർ. പക്ഷെ അത് നിങ്ങൾക്ക് ഒരിക്കലും ഹാപ്പിനെസ് തരില്ല. ഹാപ്പിനെസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോൺ കോൺട്രഡിക്ടറി ആണ്. നിങ്ങൾക്ക് അവിടെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ നല്ലത് ചെയ്തതിന് ശേഷം, ഞാൻ റിയാലിറ്റി നോക്കിയതിന് ശേഷം, യാഥാർത്ഥ്യം നോക്കിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിന് ശേഷം ഞാൻ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഞാൻ നേടിയ ഒരു അച്ചീവ്മെൻ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു ഫീലിങ്ങിനാണ് നമ്മൾ പ്രൈഡ് എന്ന് പറയുന്നത്, അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈഡുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന ഫീലിംഗാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഞാനിത് ചെയ്തു, ഞാനാണിത് ചെയ്തത്, എനിക്ക് എൻ്റെ മുന്നിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിരുന്നു, ഈ തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റി ഓരോന്നോരോന്നായി. പക്ഷേ ആ തടസ്സങ്ങൾ ഒന്നുപോലും ഞാനൊരു ഇമ്മോറലായിട്ടുള്ള ബിഹേവിയർ കാണിച്ചില്ല. എന്താണ് ഇമ്മോറൽ അല്ലെങ്കിൽ ദുരാചാരം എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അത് സദാചാരം ദുരാചാരം എന്ന് പറയുമ്പോൾ അത് ലൈംഗിക സദാചാരമായി മാത്രം പോകും. പ്രീ മാരിറ്റൽ അഫെയർ ഉണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ സദാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണാലിറ്റിയാണ് സദാചാരം. യുക്തിപരമായ ഒരു കാര്യം ചെയ്യുക, യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യുക, മറ്റുള്ളവരെ ചതിക്കാതെ കാര്യം ചെയ്യുക, ഓണസ്റ്റി, ജസ്റ്റിസ്, ഇൻഡിപെൻഡൻസ്, ഇൻറ്റഗ്രിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെർച്യു സദാചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ടാണ് ഈ കാര്യം നേടിയത്. അപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ നേടിക്കഴിഞ്ഞു. എന്തെല്ലാം വാല്യൂസ് നമുക്ക് നേടാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു സുപ്രഭാതത്തിൽ തോന്നി എനിക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യണം, പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് തീരുമാനിച്ച് ഉടനെ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയാവില്ല. അത് ഞാൻ അവിടെ റാഷണാലിറ്റി ഉപയോഗിച്ചില്ല. ഞാൻ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഇതെന്നെ കൊണ്ട് പറ്റുമോ? എന്താണ് എൻ്റെ നേച്ചർ? ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടോ? അതൊരു കാര്യം. എനിക്കിത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടോ? അത് കാര്യം ഞാൻ പിന്നെ നോക്കണം, അല്ലേ? അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ റാഷണലായിട്ട് നോക്കണം. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, എൻ്റെ യുക്തി ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം,
എൻ്റെ നേച്ചർ എന്താണ്, ലോകത്തിൻ്റെ നേച്ചറാണ്, ഇന്നത്തെ സാഹചര്യം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ വാല്യൂ. നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും, ഡിസയറുകളുണ്ടാവും. ആ ഡിസയറുകളിൽ നിന്ന്, ഇമോഷൻസിൽ നിന്ന് നമ്മുടെ വാല്യൂ കണ്ടെത്തുക. അത് ചിലപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവറിൻ്റെ കാര്യത്തിലായിരിക്കാം, നമ്മളൊരു കല്യാണം കഴിക്കുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജോലിയുടെ കാര്യത്തിലായിരിക്കണം. ഈ കാര്യത്തിലൊക്കെ ഒരു ഡ്യൂട്ടി പോലെ ചെയ്യുന്നതിന് പകരം എന്താണ് ഞാൻ, എന്താണ് ലോകം, എന്താണ് എനിക്ക് വേണ്ടത്, ഇതെനിക്ക് സന്തോഷം തരുമോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവില്ല, അവിടെ ഒരു ഗിൽറ്റ് ഉണ്ടാവില്ല. ഹാപ്പിനെസ് ഈസ് നോട്ട് ദ ജോയ് ഓഫ് എ ഡ്രങ്കാർഡ് ബട്ട് ഓഫ് എ പ്രൊഡ്യൂസർ. ഒരു മദ്യപൻ അനുഭവിക്കുന്ന സന്തോഷത്തെ അല്ലെങ്കിൽ ഒരു പ്ലഷർ അല്ല ഹാപ്പിനെസ്. ഒരു പ്രൊഡ്യൂസർ, സിനിമ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്ത് നിർമ്മിക്കുന്ന ആൾ. അത് ഈ പ്രസൻറ്റേഷൻ മുതൽ, നമ്മളൊരു ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു പോസ്റ്റ് മുതൽ, അല്ലെങ്കിൽ എന്തും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടേതായ നമ്മുടെ ക്രിയേറ്റീവ് എബിലിറ്റി വെച്ച് നമ്മുടെ വർക്കിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സർജറി ആകാം, എന്ത് ആക്ടിവിറ്റി ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തെയാണ് ഈ ഹാപ്പിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദ്യപിച്ചാലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലഷറിനെ അല്ല. ഹാപ്പിനെസ് ഈസ് പോസിബിൾ ഓൺലി ടു എ റാഷണൽ മാൻ. ദ മാൻ ഹൂ ഡിസൈർസ് നത്തിങ് ബട്ട് റാഷണൽ ഗോൾസ്, seeks nothing but rational values and finds his joy in nothing but rational actions. So rationality നമ്മളുടെ വാല്യൂസിന് നമ്മൾ നിശ്ചയിക്കുന്നിടത്ത്, നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ എന്തിനാണോ തേടിപ്പോകുന്നത് നിശ്ചയിക്കുന്നത് മുതൽ അതിൻ്റെ എക്സിക്യൂഷനിൽ, അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എല്ലായിടത്തും റാഷണാലിറ്റി അല്ലെങ്കിൽ യുക്തി എന്നുള്ളത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടതാണ്. രക്ഷാധികാരി ബൈജു നല്ലൊരു സിനിമയാണ്. അപ്പോൾ രക്ഷാധികാരി ബൈജുവിനകത്ത് അതിൻ്റെ ഇൻ്റർവെൽ സമയത്ത് ഒരു സീനുണ്ട്. അമേരിക്കയിൽ വളരെ നല്ല ജോലിയിലിരിക്കുന്ന, റോൾസ് റോയ്സും പണവും ഒക്കെയുള്ള ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ നാട്ടിൽ ക്രിക്കറ്റൊക്കെ കളിച്ച് ഗവൺമെൻറ് ജോലിയൊക്കെ ആയിട്ട് വൈകുന്നേരം ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ച് നിൽക്കുന്ന നമ്മുടെ ബിജു മേനോൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കരുതി ഞാൻ സന്തോഷവാനാണെന്ന്, ഞാൻ സന്തോഷവാനല്ല, നിൻ്റെയൊക്കെ ലൈഫാണ് ലൈഫ് എന്ന് പറഞ്ഞ് ബിജു മേനോൻ്റെ തോളിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ലൈഫ് അടിപൊളിയാണ്, ബിജു മേനോൻ്റെ ലൈഫ് അടിപൊളിയാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ശരിയാണ്, ഒരു നിമിഷത്തിൽ ചിലപ്പോൾ നമുക്കും തോന്നിയിരിക്കുക എന്ത് നല്ല ലൈഫാണ്, വൈകിട്ട് ക്രിക്കറ്റ് കളിച്ച് ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന ലൈഫാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നാം എന്താണ് ഇപ്പം ദിലീഷ് പോത്തൻ അവൻ്റെ വാല്യൂസ് തേടി പോയതല്ലേ, പിന്നെ എന്തിനാണ് അവന് സന്തോഷമില്ലാന്ന് തോന്നുന്നത്? കാരണം അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാല്യൂസ് തേടി തന്നെയാണോ അദ്ദേഹം പോയതെന്ന് സിനിമ നമ്മളെടുത്ത് പറയുന്നില്ല. സിനിമ പറയുന്നത് ബിജു മേനോൻ്റെ ലൈഫാണ് അടിപൊളി, ഇദ്ദേഹം സങ്കടപ്പെടുന്നു എന്നാണ്. തൻ്റെ വാല്യൂ തേടി പോയിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ അമേരിക്കയിൽ പോയത് തനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായി റാഷണലായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി പോയ ഒരാളാണ് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ ചെയ്തതെങ്കിൽ അയാൾക്ക് ഒരിക്കലും ബിജു മേനോൻ്റെ അടുത്ത് വന്ന് അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ശരിയാണ്, ഞാൻ ഇവിടെ ക്രിക്കറ്റ് കളിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ വാല്യൂ ചെയ്യുന്ന പലതും എനിക്ക് കിട്ടില്ല എന്നുള്ള ബോധം അയാൾക്കുണ്ടെങ്കിൽ, ആ റാഷണാലിറ്റി അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സങ്കടം തോന്നില്ല. പക്ഷെ സിനിമ നമ്മളെ അതൊന്നും കാണിക്കുന്നില്ല. ബിജു മേനോൻ്റെ ലൈഫാണ് നല്ലത് എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിജു മേനോനാണെങ്കിലും അദ്ദേഹത്തിന് അവിടെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നത് ഒരു തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അദ്ദേഹം അതാണ് വാല്യൂ കൽപ്പിക്കുന്നത്. ആ ഒഴിവ് സമയങ്ങളാണ് അദ്ദേഹം വാല്യൂ കൽപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകും. ആ ജീവിതം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ റൊമാൻറ്റിസൈസ് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, അതാണെന്ന് തോന്നും. പക്ഷേ അതാണ് അവിടുത്തെ കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ടാകാൻ കാരണം, ആ ഒരു ഗിൽറ്റ് അവിടെ ഉണ്ടാകാൻ കാരണം. ഈ അടുത്ത് ഹൃത്തിക് റോഷൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നീ വിജയിക്കുമ്പോഴാണ് സന്തോഷം വരുന്നതെന്ന്. ഞാൻ ഒരുപാട് വിജയിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിജയം ഉണ്ടായി, പക്ഷേ എനിക്ക് അങ്ങനെ ഹാപ്പിനെസ് കിട്ടിയില്ല എന്ന്. അത് അദ്ദേഹം അറിയാത്തൊരു കോൺട്രഡിക്ഷൻ അവിടെ എവിടെയോ കിടപ്പുണ്ട്. അദ്ദേഹം തേടിപ്പോയ വാല്യൂസിൽ, അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ, അത് മനസ്സിലാക്കിയ രീതിയിൽ എവിടെയോ ഒരു കോൺട്രഡിക്ഷൻ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ആ കോൺട്രഡിക്ഷൻ അവിടെ ഉള്ളത്. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ ഇല്ലാത്ത ജോയ് നമ്മൾക്ക് കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ ഹാപ്പിനെസ് എന്ന് വിളിക്കാൻ പറ്റൂ. ഇറ്റ്സ് എ നോൺ കോൺട്രഡിക്ടറി ജോയ്. ഇഫ് എ മാൻ ഹോൾഡ്സ് ആൻഡ് അച്ചീവ്സ് റാഷണൽ വാല്യൂസ്, he will be happy as a result, and his happiness will reflect the fact that his course of action is pro-life. If he holds irrational values, however he may attain a particular out of context goal, but he cannot achieve his values because irrational values involving, as they do, inbuilt contradictions and chronic clashes with reality cannot be achieved. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻസിൽ പത്മശ്രീ നേടാൻ പോകുമ്പോൾ ശ്രീരാമൻ ചെയ്ത ക്യാരക്ടറിനോട് ഇന്നസെൻ്റ് ചോദിക്കുന്നുണ്ട്, അത് ഇങ്ങനെ തട്ടിപ്പ് കാണിച്ചു കിടക്കുന്ന പത്മശ്രീയും നേരായ മാർഗത്തിൽ കിട്ടുന്ന പത്മശ്രീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് ശ്രീരാമൻ പറയുന്നത് ഞാൻ മറന്നുപോയി, പക്ഷേ ശ്രീരാമൻ പറയുന്നുണ്ട് എന്തോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും, മറ്റേത് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗിൽട്ട് നിനക്കുണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു മറുപടി ശ്രീരാമൻ പറയുന്നുണ്ട്. ഈ പത്മശ്രീയെ നമ്മുടെ ജീവിതത്തിലെ വാല്യൂസായിട്ട് കാണുക.
നമ്മൾ നേരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള വാല്യൂസാണ് നേടുന്നതെങ്കിൽ നമ്മൾക്ക് സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീരാമൻ പറഞ്ഞ പോലെ അത് തട്ടിച്ചാണല്ലോ മേടിച്ചതെന്നുള്ള ബോധ്യം നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകുകയും ചെയ്യും. സന്തോഷം എന്ന് പറയുന്നത് ദുഃഖമില്ലാത്ത അവസ്ഥയല്ല. ഇറ്റ് ഈസ് വാട്ട് യു ഫീൽ വെൻ യു റെഫ്യൂസ് എവർ ടു എൻഗേജ് ഇൻ സച്ച് ബീറ്റിംഗ്, വെൻ യു എസ്റ്റീം ആൻഡ് പ്രൊട്ടക്ട് യുവർ ഹെഡ് ആസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ. നമ്മൾ ഒരു ഭിത്തിയിൽ ഇങ്ങനെ തലയിങ്ങനെ ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ആ തല ഇടിക്കൽ നിർത്തി കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയല്ല സന്തോഷം എന്ന് പറയുന്നത്. തല ഇടിക്കരുത്, ഭിത്തിയിൽ പോയി തലയിടിക്കാതെ എൻ്റെ തല പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ തല എനിക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ്, ദ റിവാർഡ് ഓഫ് ലൈഫ്, ഈസ് ആൻ ആസ്പെക്ട് ഓഫ് ലൈഫ്. ഇറ്റ് ടു റിക്വയർസ് വാല്യൂസ്, നോട്ട് മിയർലി അവോയ്ഡൻസ്, ആൻഡ് ദെയർഫോർ എ ഫങ്ഷനിങ് മൈൻഡ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ള യാഥാർത്ഥ്യങ്ങളെ നിരന്തരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും നിരന്തര യുക്തി അനുസരിച്ച് നിങ്ങളുടെ വാല്യൂസിനെ മാറ്റി ജഡ്ജ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് വാല്യൂ വിചാരിച്ചൊരു കാര്യമായിരിക്കില്ല, യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ അത് മാറ്റി പറയുന്നുണ്ടാവും. ഇതല്ല ഇന്നത്തെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒരു എക്സിക്യൂഷൻ, നിങ്ങളൊരു വാല്യൂ തിരഞ്ഞെടുത്ത് ആ വാല്യൂവിൻ്റെ പുറകിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഡിസയറാണ് ഇതെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പായുകയല്ല ചെയ്യേണ്ടത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും യുക്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നേരത്തെ കൃഷ്ണൻ കൊടുത്ത കമാൻഡ്മെൻറ്റുകളെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ബൈബിളിലെ 10 കമാൻഡ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കമാൻഡ്മെൻറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ചെയ്യണം, ഇത് ചെയ്യണം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, രാവിലെ എണ്ണിക്കണം, അങ്ങനെ ചെയ്യണം, പിന്നെ പള്ളിയിൽ പോകണം, അങ്ങനെ ഒരുപാട് കമാൻഡുകളുണ്ട്. സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഏക കമാൻഡ് എന്ന് പറയുന്നത് ഗോഡ് സേസ് ടേക്ക് വാട്ട് യു വാണ്ട് ബട്ട് പേ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അല്ല, ഗോഡ് നിങ്ങൾ മറന്നേക്കൂ. ഒരു ഏത്തിസ്റ്റിൻ്റെ സഭയിൽ വന്നിട്ട് ഗോഡ് എന്ന് പറയുന്നതിൽ അതിൻ്റെ ഔചിത്യക്കുറവുണ്ട്. പഴഞ്ചൊല്ല് അങ്ങനെയാണ്. അതിന് പകരം നിങ്ങൾ ഗോഡിന് പകരം നിങ്ങളുടെ പേരോ അല്ലെ എൻ്റെ പേരോ അഭിലാഷെന്നോ എന്ത് വേണമെങ്കിലും എടുത്തോ. സേസ് ടേക്ക് വാട്ട് യു വാണ്ട് ബട്ട് പേ ഫോർ ഇറ്റ്. ഈ ലോകത്തുള്ള എല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതെടുക്കരുത്, ഇതെടുക്കരുത്, ഇത്രയും എടുക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് എടുക്കരുത് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കാം. ആ കമാൻഡ്മെൻറ്റ് മാത്രം മതി നമ്മളുടെ ജീവിതത്തിൽ ജീവിക്കാൻ. ബട്ട് പേ ഫോർ ഇറ്റ്, അതിൻ്റെ വില നിങ്ങൾ കൊടുക്കണം. എന്താണ് അതിൻ്റെ വില എന്ന് പറയുന്നത്? അത് പണം മാത്രമല്ല, സമയം. നിങ്ങൾ ഒരു വാല്യൂവിന് തേടി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മറ്റ് വാല്യൂ തേടി പോകാൻ ഉള്ള സമയം നഷ്ടപ്പെടുന്നു എന്നോടെയാണ്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ മറ്റ് പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമെന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തും നേടാം, പക്ഷേ അതിനെല്ലാം ഒരു കോൺസിക്വൻസസ് ഉണ്ട്. എക്കണോമിക്സിൽ അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഇപ്പം ഞാൻ ഇവിടെ ഇന്ന് ഞായറാഴ്ച എസൻസിൻ്റെ വേദിയിൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാനാണ് മാറ്റി വെക്കുന്നതെങ്കിൽ എനിക്ക് ഈ സമയം പോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് വാല്യൂ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമാണ് എന്ന് വെക്കുക, ആ സമയത്താണ് ഇവിടെ പ്രസൻറ്റേഷന് വിളിക്കുന്നത് വെക്കുക. എനിക്ക് അവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് അവൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെയാണ് കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ സമയം അവിടെ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ടാവും, വാല്യൂസിന് ഡിഗ്രീസ് ഉണ്ടാവും. അതിൽ ഏത് വലുത് ഏത് ചെറുതെന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും അവരുടെ അഭിപ്രായത്തിലും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ടാവും, പലതിനെയും പലതരത്തിൽ നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യം, ചില ആൾക്കാർക്ക് അതായിരിക്കില്ല, മറ്റുള്ളതായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ, അത് കൂടുതൽ ആർക്കും ഇല്ലല്ലോ. അപ്പോൾ God says take what you want but pay for it. So always should be reality bound and reason oriented. നിങ്ങളുടെ മൂല്യങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യത്തിൽ ഊന്നിയതായിരിക്കണം. ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ്. ഇനി പണത്തിന് ഹാപ്പിനെസ് വാങ്ങാൻ കഴിയുമോ? മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ളതാണ് പോയിന്റ്. പലരും പറയാറുണ്ട്, എന്തിനാണ് നീ പണത്തിനെ തേടി പോകുന്നത്, നീ സന്തോഷം തേടി പോകും. പണം ഒരിക്കലും സന്തോഷം തരില്ല എന്നുള്ളത്. അത് പണത്തിനെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പണത്തിന് നമുക്ക് സന്തോഷം നൽകാൻ പറ്റും. എങ്ങനെയാണ് പണത്തിന് നമുക്ക് സന്തോഷം തരാൻ പറ്റുന്നത്? എന്താണ് പണം? മണി ഈസ് ടൈം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത്. അതുപോലെ തന്നെ ടൈം ഈസ് മണി എന്നുള്ളതും സത്യം തന്നെയാണ്. സമയമാണ് പണം. ഇന്ന് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം എൻ്റെ മുൻപിലെത്തും, അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കുന്നതാണ് എൻ്റെ പേഴ്സിലെ പണം. അതാണ് പണം. നമ്മുടെ മണിക്കൂറുകൾ നമുക്ക് സേവ് ചെയ്ത് തരുന്നു. നിങ്ങൾ 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇങ്ങനെ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ ചിലപ്പോൾ 8-10 മണിക്കൂറുകൾ ദിവസവും പണിയെടുത്താൽ മാത്രമേ എനിക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുന്നുണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ലോകത്തെ വെൽത്ത് മുഴുവൻ വർദ്ധിച്ചു. നമ്മളൊരു അബണ്ടൻസ് ആയിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ കയ്യിൽ പണമുണ്ട്. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളതിന് ശേഷം ഓരോരുത്തരും ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ
നമുക്ക് ഇഷ്ടമുള്ളത് തേടി പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത്. പണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സിനിമകളിലൂടെ, പോപ്പുലർ സിനിമകളിലൂടെയൊക്കെ പലതരത്തിലുള്ള ഇമേജുകൾ മുന്നിൽ വരും. ഉദാഹരണത്തിന് ഇപ്പോൾ അന്യൻ സിനിമയ്ക്കകത്ത് കലാഭവൻ ഒരു റോളുണ്ട്. അദ്ദേഹം അവസാനം പണം ഇങ്ങനെ വാരി തിന്നാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, ഒരുപാട് പണം നേടി, പക്ഷേ ജീവിക്കാൻ പറ്റുന്നില്ല. അവസാനം വിശപ്പും മാറ്റാനായിട്ട് പേപ്പർ കടിച്ച് തിന്ന് മരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അങ്ങനെയുള്ള ആളുകളല്ല. കാരണം കലാഭവൻ അതിനകത്ത് തെറ്റായ രീതിയിലൂടെയാണ് പണം നേടിയത്. തെറ്റായ രീതിയിലുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ സിനിമയിൽ കാണിക്കുന്നുള്ളൂ. സ്റ്റീവ് ജോബ്സിനെ പറ്റി ആലോചിക്കുക. സ്റ്റീവ് ജോബ്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? അദ്ദേഹത്തിന് പണമുണ്ട്, ഒരുപാട് പണമുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാനവരാശിക്ക് അവർക്ക് മുന്നോട്ടുള്ള കുതിപ്പിൽ സഹായകരമാകുന്ന ടൂളുകൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ. ഇപ്പോൾ പണം അത് ആരാണോ ഉപയോഗിക്കുന്നത്, എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് പണത്തിൻ്റെ മൂല്യം മാറുന്നത്. അപ്പോൾ പണം സന്തോഷം കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു തന്നെയാണ്. ഇനി മെറ്റാഫിസിക്കൽ പ്ലഷർ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ കൂടെയുണ്ട്. എന്താണ് മെറ്റാഫിസിക്കൽ പ്ലഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ഈ ലോകം, ഞാൻ പറഞ്ഞു നേരത്തെ, ഈ വിമാനാപകടങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ നമ്മൾ വാല്യൂ കൽപ്പിക്കുന്ന നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ സ്നാപ്പ് ഓഫ് ദ ഫിംഗർ, ലൈഫ് ഇങ്ങനെ തീർന്നു പോവാണ്, പിന്നെ എന്തിനാണ് സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മളറിയാതെ പോലും ഇങ്ങനെ വന്നു പോകും. പിന്നെ അതിൻ്റെ കൂടെ പുറത്തു നിന്നുള്ള വോയിസും എല്ലാം വരും. എന്തിനാണ് ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഇങ്ങനെ ദുരന്തങ്ങൾ, ലൈഫ് ഇത്ര എന്താ പറയുക, ക്ഷണികമല്ലേ ജീവിതം എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്? നമ്മൾക്ക് കുറച്ച് സമയം ഈ ഭൂമിയിലുള്ളൂ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അഹമ്മദാബാദിൽ പ്ലെയിൻ ട്രാജഡി വന്ന സമയത്താണോ നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കാമെന്ന്? അല്ല, അതും നമ്മളുടെ യാഥാർത്ഥ്യത്തിൽ ഉൾപ്പെടണം. നമ്മൾ തേടി പോകുന്ന എല്ലാ വാല്യൂസും നമ്മൾക്ക് കിട്ടണമെന്നില്ല. ഈ പറയുന്ന എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നെന്നിരിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോഴും അതും എൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് തടസ്സങ്ങളുണ്ടാകും, ട്രാജഡികളുണ്ടാകും, പക്ഷേ അതൊന്നും നമ്മളുടെ വാല്യൂസിനെ തേടി പോകുന്നതിൽ നിന്ന് നമ്മളെ തടയരുത്. കാരണം വാല്യൂസ് തേടി പോകാത്ത മനുഷ്യൻ അവൻ മറ്റൊരു തരത്തിലുള്ള മരണത്തിലേക്കാണ് പോകുന്നത്. ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും വാല്യൂ കൽപ്പിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഭക്ഷണം ഉൾപ്പെടെ, ഭക്ഷണം എന്ന് പറയുന്ന സംഭവം നമ്മളതിനെ വാല്യൂ കൽപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്. കാരണം അതില്ലെങ്കിൽ നമ്മൾ നിലനിൽപ്പില്ല. അങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഇത്രയും ഒരു സൂപ്പർ അബണ്ടൻസിൻ്റെ കാലത്ത് താമസിക്കുന്നുണ്ട്. നമ്മളത് ഓട്ടോമേറ്റൈസ്ഡ് ആയി. നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും നമ്മുടെ വസ്ത്രങ്ങളും ഒക്കെ ഉള്ള പണം നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ അതെല്ലാം ഇതേപോലെ ഓരോന്നും നമ്മൾ വാല്യൂ ചെയ്ത് നമുക്ക് സുഖം തരുന്ന, ഹാപ്പിനെസ് തരുന്ന വസ്തുക്കൾ തന്നെയാണ്. അപ്പോൾ മെറ്റാഫിസിക്കൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് എന്തൊക്കെ അൺഹാപ്പി പീരീഡ് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, ഞാൻ നല്ലതാണ് ചെയ്യുന്നത്, ഞാൻ വെർച്വസ് ആയിട്ടുള്ള, ഞാൻ ദുരാചാരങ്ങളൊന്നുമില്ലാത്ത, ഞാൻ സദാചാരം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നല്ല ശീലങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് യുക്തി ഉപയോഗിക്കുക, സത്യസന്ധനാകുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. വാല്യൂ തേടി പോവുക, എന്തിനെങ്കിലും വാല്യൂ കൽപ്പിച്ചതിന് ശേഷം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആകുക, സ്വയം അഭിമാനം കൊള്ളുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഒരു ദുഃഖത്തിനും ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാണ്, അങ്ങനെ ഒരു ട്രാജഡി നടന്നു. അതിൽ എന്താ പറയുക, ന്യൂസ് ചാനൽസ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ന്യൂസുകൾ ഒന്നിനു പറയും ഒന്നായിട്ട് ന്യൂസുകൾ ഇങ്ങനെ കൊണ്ടിരിക്കും. ദുഃഖത്തിൽ നിങ്ങളിങ്ങനെ ആറാടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവരെത്രയൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ ദുഃഖം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ മെറ്റാഫിസിക്കൽ അല്ല അതിഭൗതികമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. അയാളുടെ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടുണ്ടാവില്ല. ഈ ലോകത്തിൻ്റെ ദുരന്തത്തെ പറ്റിയിട്ടൊക്കെ അയാൾക്ക് ബോധ്യമുണ്ടാവും. പക്ഷേ എങ്കിലും അയാളുടെ ഉള്ളിലറിയാം, ഈ ദുഃഖത്തിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ എനിക്ക് ഉള്ളിടത്തോളം കാലം സന്തോഷമായി ജീവിക്കേ കഴിയുള്ളൂ എന്ന് അയാൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ തടയാനാവില്ല. അതുപോലെ തന്നെ ഈ ലോകത്തെ ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആകെ മൊത്തം ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ബെനവലൻ്റ് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഹ്യൂമൻ ലൈഫിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ തേടി പോകാൻ സൗകര്യമുള്ള ഒരു ബെനവലൻ്റ് ആയിട്ടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും കഴിഞ്ഞ കാലത്തെപ്പറ്റി ആലോചിക്കുക, പണ്ടുള്ള മനുഷ്യർക്കുള്ള സൗകര്യക്കുറവുകളെ ആലോചിക്കുക, നിങ്ങളുടെ സൗകര്യത്തെപ്പറ്റി ആലോചിക്കുക. ഈ ലോകത്ത് ഞാൻ ജനിച്ചു വീണത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയുന്ന ഫിലോസഫിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ കേട്ടു. അങ്ങനെയുള്ളതിലേക്ക് വീഴാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് മീനിങ് കണ്ടെത്തുന്നതിന് പകരം സ്വന്തമായിട്ട് ഞാനിത് ഇഷ്ടപ്പെടുന്നു, ഞാനിത് നേടുന്നു, ഞാനിതിൽ നിന്നുള്ള സന്തോഷം കണ്ടെത്താൻ അതിനെനിക്ക് വേണ്ടി യൂണിവേഴ്സ് കൂടെ നിൽക്കുമെന്ന് മനസ്സിലാക്കുക.
ഞാൻ ഈ യൂണിവേഴ്സ് കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഈ പോളോ കോഹ്ലിയുടെയൊക്കെ മറ്റേ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് കൊണ്ടുതരുമെന്ന് പറയുന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഹ്യൂമൻ ലൈഫ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുക. അതിന് എത്രയൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് കഴിയാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹാപ്പിനെസ് ഈസ് ക്ലൈമറ്റ്, നോട്ട് വെതർ. ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു ക്ലൈമറ്റാണ്, വെതറല്ല. ഇന്ന് നല്ല മഴയാണ്, ഇന്നത്തെ മഴ നാളെ മാറും, ചൂടാകും, വെയിലാകും. പക്ഷെ ഇതല്ലല്ലോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു സ്ഥലത്തെ കാലാവസ്ഥയൊക്കെ പറയുന്ന പേരാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. വെതറല്ല, ക്ലൈമറ്റാണ് ഹാപ്പിനെസ്. അത് ഇന്നത്തെ സന്തോഷം എത്രത്തോളം നമ്മൾ ഹാപ്പി പ്ലഷർ എന്നൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടിയില്ലേ സങ്കടം വരും, നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് വരും, അങ്ങനെ പല കാര്യങ്ങൾ വരും. പക്ഷേ അതിനകത്തൊക്കെ മാറിയതിന് ശേഷം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ കണ്ടീഷനാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ഈസ് എ പ്രൊലോങ്ഡ് ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ത്രൈവിങ്. ത്രൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച് നിൽക്കുക, വൈറ്റലായിട്ട് നിൽക്കുക, ജീവൻ തുടിക്കുന്ന അവസ്ഥ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്നർ എക്സ്പീരിയൻസ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇന്നർ എന്ന് പറയാൻ കാരണം ഒരാൾക്കും നമ്മളെ സന്തോഷപ്പെടുത്താനാകില്ല. നമ്മളുടെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ആർക്കും സന്തോഷമാകില്ല. സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു അവസ്ഥയാണ്. സന്തോഷം കടം വാങ്ങിക്കാനോ കടം കൊടുക്കാനോ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളെയും സന്തോഷവാനാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഫീലിംഗ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എല്ലാം നേടിയവൻ, നേരത്തെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഹൃത്തിക് റോഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ, എല്ലാം നേടിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരുന്നതിന് കാരണം നിങ്ങൾക്ക് അത് ആ ഒരു കോൺട്രഡിക്ഷൻ അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. നോ വൺ ക്യാൻ മേക്ക് യു ഹാപ്പി, ഓൺലി യു ക്യാൻ. നേരത്തെ ഇമ്മാനുവൽ കാന്റിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കാര്യത്തിൽ ഞാൻ ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞു. ഈ ഡ്യൂട്ടി എന്ന് പറയുന്ന സംഭവമാണ് മനുഷ്യൻ്റെ സന്തോഷത്തിന് ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം. പലരും പലതും അവർക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാതിരിക്കുന്നതിന് കാരണം ഈ ഡ്യൂട്ടി എന്നുള്ള കൺസെപ്റ്റാണ്. ഡ്യൂട്ടി ഒരു ആൻറ്റി കൺസെപ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ആശയത്തിന് നിലനിൽപ്പില്ല. നിങ്ങളൊരു ക്ഷത്രിയനായതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ഡ്യൂട്ടി. ഈ ധർമ്മം, ഡ്യൂട്ടി എന്ന് പറയുന്നതൊക്കെ. ഡ്യൂട്ടി ഡിസ്ട്രോയ്സ് റീസൺ. നിങ്ങളുടെ യുക്തിക്ക് അവിടെ പിന്നെ പ്രാധാന്യമില്ല. അർജുനൻ്റെ യുക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. അർജുനൻ വിചാരിക്കുകയാണ് ഞാൻ ഇത് ചെയ്താൽ എനിക്ക് പ്രശ്നമാണല്ലോ, ഇതല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. ആ റീസൺ അവിടെ പ്രസക്തിയില്ല. ഡ്യൂട്ടി ഡിസ്ട്രോയ്സ് റീസൺ. ഡ്യൂട്ടി യുക്തിയെ നശിപ്പിക്കുന്നു. ഡ്യൂട്ടി ഡിസ്ട്രോയ്സ് വാല്യൂസ്. നിങ്ങളുടെ വാല്യൂസിനെ ഡ്യൂട്ടി നശിപ്പിക്കുന്നു. ഡ്യൂട്ടി ഡിസ്ട്രോയ്സ് ലവ്. നിങ്ങളുടെ സ്നേഹത്തിനെ ഡ്യൂട്ടി നശിപ്പിക്കുന്നു. ഡ്യൂട്ടി ഡിസ്ട്രോയ്സ് സെൽഫ് എസ്റ്റീം, പ്രൈഡ്, അഭിമാനം. അഭിമാനിക്കുക എന്ന് പറയുന്നത് ഒരു പാപമാണ് എന്ന് കരുതുന്ന തത്വശാസ്ത്രങ്ങളും മതങ്ങളും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിമാനിക്കുക എന്ന് പറയുന്നത്, ഒരാളുടെ കഴിവിൽ അഭിമാനിക്കുക എന്ന് പറയുന്നത് ഒരു മോശം പ്രക്രിയയാണ് എന്ന് പറയുക. ഇഫ് വൺ അക്സെപ്റ്റ്സ് ദാറ്റ് nightmare in the name of morality, the infernal irony is that duty destroys morality. ധാർമ്മികതയെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഡ്യൂട്ടി. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു 40 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല. ഇതിൻ്റെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ ചെയ്യാനൊരു പ്ലാനുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളുടെ പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അയൺ റാൻഡിൻ്റെ ഒബ്ജക്റ്റിവിസം എന്ന ഫിലോസഫി, പീക്കോഫ് എഴുതിയ ഒബ്ജക്റ്റിവിസം എന്ന ബുക്ക്, പിന്നെ അയൺ റാൻഡ് ലെക്സിക്കോൺ, താരാ സ്മിത്തിൻ്റെ മണി ആൻഡ് ഹാപ്പിനെസ്, സീക്രട്ട് ഓഫ് എ പാഷനേറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ടാൽ സ്വാനിയുടെ ഒരു പുസ്തകം, പിന്നെ കുറച്ച് ഫിലോസഫേഴ്സിൻ്റെ പേരുകൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.